ഇനി പ്രതികരിച്ചാലോ? ഒരുപാട് പേരുടെ കുറ്റം പറച്ചിലും അപവാദങ്ങളും ഒക്കെ ആയി തുടങ്ങുമ്പോ തുടർന്ന് അവർക്കതൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ ജീവൻ അവസാനിക്കുന്നത് വരെ ഞാൻ പോരാട്ടം തുടരും. സോ ഐ ഡിസൈഡഡ് ടു ഫൈറ്റ് ബാക്ക്. പിന്നീട് അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവരെന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തെളിവുകൾ ശേഖരിക്കാൻ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം അവർക്ക് ആവശ്യമായിരുന്നു. അതെവിടെയാണെന്നും അതെടുക്കാനായി മുറിയുടെ താക്കോലും ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. ഈ കേസുകൾ മുഴുവൻ എന്റെ ജോലിയെ ബാധിക്കില്ലെന്നാണോ? ഞാനൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഈ കേസുകൾ മൂലം എന്റെ കരിയർ തന്നെ ഇല്ലാതാകും. ഈ പറയുന്ന പെൺകുട്ടിയുമായി ഏകദേശം 1 വർഷത്തിന് മുകളിലായി ഞങ്ങൾ സീരിയസ് റിലേഷൻഷിപ്പിലാണ്. ഇനിയിപ്പോ ആരൊന്ന് പറയുന്നതാവും നല്ലത്. റിലേഷൻ എന്ന് പറയുമ്പോ ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലും, ശാരീരികമായും മാനസികമായും. ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്താൻ പോകുമ്പോഴായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എങ്ങനെയൊക്കെ? ലിറ്ററലി സ്പീക്കിംഗ്, ഷീസ് എ ഡ്രഗ് അഡിക്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ദേവിക പനമ്പള്ളി നഗറിലെ വീട്ടിലേക്ക് വന്നത്. എന്ത് പറഞ്ഞാണ് നിങ്ങൾ അവരെ ഓഡിഷൻ നടക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? അവളുടെ കയ്യിൽ എന്തുകൊണ്ട് ഇപ്പൊ തന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, പിന്നെ കാണാം എന്നൊക്കെ. പക്ഷേ ദേവിക്ക് ഇപ്പൊ തന്നെ എന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് മാത്രം, എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളോട്